ഞങ്ങൾക്ക് ഇതിനകത്ത് പറയാനുള്ളത് ഇത് അങ്ങാടിപ്പുറത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവ്, അദ്ദേഹത്തിന് ഈ നാട്ടിലെ ജനങ്ങൾ ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചതിന്റെ പകപോക്കലാണ്. പറയുന്ന ആള് SFIയുടെ ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന സമയത്ത് അങ്ങാടിപ്പുറത്തെ ഗവൺമെന്റ് പോളിടെക്നിക്കിലെ SFIയുടെ യൂണിറ്റ് പ്രസിഡന്റായി, അതുപോലെ തന്നെ പോളി യൂണിയന്റെ ചെയർമാനായി അന്ന് പ്രവർത്തിച്ചിരുന്ന SFIയുടെ ഒരു തീപ്പൊരി നേതാവ് ആണ് ഇന്ന് പെരിന്തൽമണ്ണയിലെ ഈ PWD വിഭാഗത്തിലെ ഉദ്യോഗസ്ഥ മേധാവി എന്നുള്ളത്. ഇവർ തമ്മിലുള്ള രാഷ്ട്രീയമായ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇതിനകത്ത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ജനങ്ങൾ ഉപദ്രവിച്ചിട്ടാണെങ്കിലും ഇവിടെ MLAക്കെതിരായിട്ട് ഒരു നീക്കമുണ്ടാകണം. അത് അടുത്ത വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, അത് കഴിഞ്ഞു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ എന്റെ വ്യക്തിപരമായ ഉപയോഗത്തിന് വേണ്ടി വേണം എന്നുദ്ദേശിക്കുന്ന CPMലെ ഈ കുടലബുദ്ധിക്കാരനായിട്ടുള്ള രാഷ്ട്രീയ നേതാവിന്റെ ഒരു പരിപാടിയാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പോലീസാണ് ഇവിടെ കുഴിയടച്ചത്. കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇന്റർവ്യൂ നടത്തുമ്പോൾ അല്ലെങ്കിൽ PSC അപേക്ഷിക്കുന്ന സമയത്ത് റോഡ് പണി അറിയുമോ എന്ന് ചോദിക്കേണ്ട ഒരു ചോദ്യം കൂടി വെക്കേണ്ട ഗതികേടിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. 30 ഇലക്ട്രിക് സ്കൂട്ടർ ഓണ സമ്മാനം, 79 രൂപയുടെ മെഗാ സെയിൽ, 500-ൽ പരം വസ്ത്രങ്ങൾ, ഏതെടുത്താലും 79 രൂപ മാത്രം. അറ്റ്ലസ് ഓണം മാസോണം. അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, ചിലുമ്പുക്കാടൻ മാൾ നിയർ KSRTC ബസ് സ്റ്റാൻഡ്, പെരിന്തൽമണ്ണ. കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ അങ്ങാടിപ്പുറത്ത് ഹൈവേ ഉപരോധം സംഘടിപ്പിക്കുകയുണ്ടായി. അതിനു മുമ്പ് തൊട്ടടുത്ത ദിവസം ഞങ്ങൾ ഹൈവേ അതോറിറ്റിയുടെ ഓഫീസിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു. ആ ഉപരോധ സമരം സംഘടിപ്പിച്ചപ്പോൾ അന്ന് ഞങ്ങളോട് അവിടുത്തെ എഞ്ചിനീയർ തന്ന വാക്ക് ഞായറാഴ്ച പണി ആരംഭിക്കും എന്നാണ്. പക്ഷെ ഞായറാഴ്ച പണി ആരംഭിച്ചില്ല എന്ന് മാത്രമല്ല, തിങ്കളാഴ്ചയും പണി തുടങ്ങാത്ത സാഹചര്യം വന്നപ്പോഴാണ് ഞങ്ങൾ ഹൈവേ ഉപരോധിക്കുന്ന രീതിയിലേക്ക് ശക്തമായ സമരത്തിലേക്ക് ഞങ്ങൾ പോയത്. ആ സമരം കഴിഞ്ഞിട്ടും ഞങ്ങൾ പറഞ്ഞിരുന്നു മഴ വരുന്നുണ്ട്, കാലാവസ്ഥ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കാലാവസ്ഥ മാറുന്ന സമയത്ത് പണി എടുക്കാതിരിക്കാനുള്ള ഒരു തന്ത്രം ഇതിനകത്ത് മെനഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു തോന്നൽ ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് ഞങ്ങൾ അന്ന് ദൃശ്യ മാധ്യമങ്ങളുടെ മുൻപിൽ ഞങ്ങൾ പറഞ്ഞതാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച അവർ ബുധനാഴ്ച പണി തുടങ്ങാമെന്ന് പറഞ്ഞു. ബുധനാഴ്ച തുടങ്ങിയില്ല, വ്യാഴാഴ്ചയോടുകൂടി പെരുമഴ പെയ്തു. ആ മഴ പെയ്തതോടുകൂടി ഈ പണി നിർത്തിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് ഇതിനകത്ത് പറയാനുള്ളത് ഇത് അങ്ങാടിപ്പുറത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവ്, അദ്ദേഹത്തിന് ഈ നാട്ടിലെ ജനങ്ങൾ ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചതിൻ്റെ പകപോക്കലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല, ആ പറയുന്ന ആള് SFIയുടെ ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന സമയത്ത് അങ്ങാടിപ്പുറത്തെ ഗവൺമെന്റ് പോളിടെക്നിക്കിലെ SFIയുടെ യൂണിറ്റ് പ്രസിഡന്റായി, അതുപോലെ തന്നെ പോളി യൂണിയന്റെ ചെയർമാനായി അന്ന് പ്രവർത്തിച്ചിരുന്ന SFIയുടെ ഒരു തീപ്പൊരി നേതാവ് ആണ് ഇന്ന് പെരിന്തൽമണ്ണയിലെ ഈ PWD വിഭാഗത്തിലെ ഉദ്യോഗസ്ഥ മേധാവി എന്നുള്ളത്. ഇവർ തമ്മിലുള്ള രാഷ്ട്രീയമായ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇതിനകത്ത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അത് മാത്രമല്ല, ഇത്തരത്തിൽ ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഞങ്ങൾ ഏത് രീതിയിലാണെങ്കിലും ജനങ്ങളുടെ സൗകര്യത്തിന് അനുസരിച്ച് ജനങ്ങളുടെ വികസനം അല്ലെങ്കിൽ ജനങ്ങളുടെ ഉപകാരമുള്ള കാര്യങ്ങൾ, അതാണ് രാഷ്ട്രീയ പ്രവർത്തകന്റെ ഉത്തരവാദിത്തം എന്നാണ് ഞങ്ങളുടെയൊക്കെ ഉദ്ദേശം. ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ജനങ്ങൾ ഉപദ്രവിച്ചിട്ടാണെങ്കിലും ഇവിടെ MLAക്കെതിരായിട്ട് ഒരു നീക്കമുണ്ടാകണം. അത് അടുത്ത വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, അത് കഴിഞ്ഞു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ എൻ്റെ വ്യക്തിപരമായ ഉപയോഗത്തിന് വേണ്ടി വേണം എന്നുദ്ദേശിക്കുന്ന CPMലെ ഈ കുടലബുദ്ധിക്കാരനായിട്ടുള്ള രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു പരിപാടിയാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് മാത്രമല്ല, ഞങ്ങളിത് ഉദ്യോഗസ്ഥന്മാരെ PWD ഉദ്യോഗസ്ഥന്മാരെ പറയുമ്പോൾ പെരിന്തൽമണ്ണ പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാനും കൂടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ആ സമരം നടത്തുന്ന സമയത്ത് പെരിന്തൽമണ്ണയിലെ ബഹുമാന്യനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ, പെരിന്തൽമണ്ണയിലെ സർക്കിൾ ഇൻസ്പെക്ടർ, പേരെടുത്ത് പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, ഈ ബുധനാഴ്ച ഈ കുഴി അടക്കാത്ത സാഹചര്യം വന്നാൽ ഞങ്ങളത് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. ജനങ്ങളെ ബുദ്ധിമുട്ട് പരിഹരിക്കാനാണ്. ആ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ പോലീസാണ് ഇവിടെ കുഴിയടച്ചത്.
പോലീസ് കുടിയടക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പൊ പെരിന്തൽമണ്ണയിൽ അല്ലെങ്കിൽ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു എന്താണ് പറയുക, ഇന്റർവ്യൂ നടത്തുമ്പോൾ അല്ലെങ്കിൽ PSC അപേക്ഷിക്കുന്ന സമയത്ത് റോഡ് പണി അറിയുമോ എന്ന് ചോദിക്കേണ്ട ഒരു ചോദ്യം കൂടി വെക്കേണ്ട ഗതികേടിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡ് പണി അറിയാത്തവരെ പോലീസിലെടുക്കാൻ പറ്റില്ല എന്ന് തന്നെ തീരുമാനിക്കേണ്ടി വരും. പോലീസുകാരാണ് ഇവിടെ കുഴിയടച്ചത്. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹാർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ. ഫോൺ 9746 722 922 9746 622 922.